തൃശൂർ കട്ടിലപ്പൂവത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ആക്രമണം. വീടിന്റെ ഗേറ്റും മതിലും തകർത്തു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, എങ്ങനെയാണ് സംഭവം ഉണ്ടായത്? വിശദാംശം. മേഘന, അന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ കാട്ടാന എത്തി കട്ടിലപ്പൂവം എന്ന് പറയുന്ന ജനവാസ മേഖലയിലെത്തി വീടിന്റെ ഗേറ്റും മതിലും തകർക്കുന്നൊരു സംഭവം ഉണ്ടായത്. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലയാണ്. ഈ മേഖലയിൽ അടുത്തെങ്ങും കാട്ടാന ഇറങ്ങുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. 60 വർഷങ്ങൾക്ക് മുൻപാണ് ഒരു തവണ കാട്ടാന ഇറങ്ങിയതായി ഇവിടുത്തെ പ്രദേശവാസികൾ മുതിർന്നവർ പറയുന്നത്. പിന്നീട് 1.5 വർഷം മുൻപ് ഒരു തവണ കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. പിന്നീട് ഇപ്പോഴാണ് ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങുന്നത്. എന്തായാലും ഈ കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശത്തുള്ളവരെല്ലാം കടുത്ത ഭീതിയിലാണ്. അവിടുത്തെ പ്രദേശവാസിയായ തെക്കാട് മൂളയിൽ രാജു എന്ന് പറയുന്ന ആളുടെ വീടിന്റെ ഗേറ്റും അതിലുമാണ് തകർത്ത. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണാം ആന വരുന്നത് ഗേറ്റ് തകർക്കുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങളാണ്. എന്തായാലും വീട്ടിൽ ഈ സംഭവ സമയത്ത് 6 പേരാണ് ഉണ്ടായിരുന്നത്. 3 മുതിർന്നവരും 3 കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 മുതിർന്നവരിൽ ഒരാൾ പ്രായമായ ആളുകൂടിയാണ്. എന്തായാലും ഈ ആന ഈ ഗേറ്റ് തകർക്കുന്ന ശബ്ദം കേട്ട് ഇവർ വീടിന് പുറത്തേക്ക് നോക്കിയപ്പോൾ അതിഭയാനകമായ ഒരു ദൃശ്യങ്ങൾ തന്നെയായിരുന്നു ഇവർ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർ ആകെ പേടിച്ച് വിറച്ച് വീടിന് പുറത്തേക്ക് ഇറങ്ങിയില്ല. ഈ ഗേറ്റും മതിലും തകർത്ത ശേഷം ആന നേരെ സമീപത്തുള്ള പള്ളിപ്പറമ്പിലേക്ക് കയറുകയായിരുന്നു. പള്ളിപ്പറമ്പിൽ കയറിയ ആന പിന്നീട് സ്വമേധയാ നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ കാട് കയറി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ സംഭവം അറിഞ്ഞതോടെ പട്ടിക്കാട് ഫോറസ്റ്റ് അധികൃതർ, അതുപോലെ മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ സംഭവ സ്ഥലത്ത് എത്തി. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. കാരണം ഈ ആന വീണ്ടും തിരികെ വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നത് നിർദ്ദേശവും പഞ്ചായത്ത് അധികൃതരും ഫോറസ്റ്റ് അധികൃതരും ഒക്കെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ആളുകൾ, ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്, ഈ കുതിരാൻ തുരങ്കപാത പുതിയ തുരങ്കപാത തുറന്നതോടെയാണ് ഈ പ്രദേശത്തേക്ക് കാട്ടാനകൾ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഈ നമുക്കറിയാം, വടക്കാഞ്ചേരി മേഖലയിൽ നിരവധി ഇടങ്ങളിൽ സമാന രീതിയിൽ നാളുകൾക്ക് മുൻപ് കൃഷി നശിപ്പിക്കുകയും കാട്ടാന ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഈ കുതിരാന്റെ പുതിയ തുരങ്കപാത തുറന്നതോടെ പഴയ പാത അടച്ചു. അതുകൊണ്ട് തന്നെ പഴയ പാതയിൽ വാഹന ഗതാഗതമില്ല. അതുകൊണ്ട് തന്നെ ആനകൾ സ്വൈര്യമായി ഈ മറുവശത്തേക്ക്, അതായത് ഈ വടക്കാഞ്ചേരി മേഖലയിലേക്ക് കടന്നിട്ടുണ്ട്. 30-ലധികം ആന കടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിലവിൽ അവിടെ ഫെൻസിങ് ഇപ്പോൾ ഈ പഴയ തുരങ്കപാത തുറക്കുന്നതിന് സമീപത്തുള്ള പഴയ പാതയ്ക്ക് സമീപം ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പുറത്തേക്ക് കടന്നിട്ടുള്ള ആന തിരികെ അപ്പുറത്തേക്ക് കടക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ ആനകളാണ് ഇവിടെ ഈ പ്രദേശത്തെല്ലാം നാശനഷ്ടം വിതയ്ക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ സംഭവത്തോടെ പ്രദേശത്ത് കടുത്ത ഭീതി ഉളവാക്കിയിട്ടുണ്ട്. എന്തായാലും ആളുകൾ ജാഗ്രത പാലിക്കണമെന്നത് നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. മേഘന.